ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ വീണ്ടും സിമുലേറ്റർ തുടങ്ങിയിട്ടുണ്ട്. സിമുലേറ്റർ മീൻസ് സൂപ്പർ മാർക്കറ്റ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ലൈവൊക്കെ ഇട്ടിട്ട് കടയൊക്കെ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഫില്ല് ചെയ്യണം. ഇന്നപ്പോൾ ഫുൾ മറ്റേ ഇത് ഫില്ലിംഗ് ആണ്. നമ്മൾ എന്താ കടയിലോട്ടുള്ള ഇത് ഞാൻ പുതിയ സെറ്റപ്പൊക്കെ ആക്കിയായിരുന്നു. ഇവിടെ കുറച്ചുകൂടി ഷെൽഫ് വരാനുണ്ട്. ഇവിടെ ഒരു 2 കള്ളി വരും, കാഷ്യർ വരും ഇവിടെ, അങ്ങനെ സംഭവം. ഇവിടെ കുറച്ചൊരു 2 ഷെൽഫും കൂടി വരും. അതുകൊണ്ട് തന്നെ ഇവിടെ സെറ്റപ്പ് ആവും. ഇവിടെ ഇപ്പം ഇങ്ങനെ വന്ന് ഇവിടെ ഫ്രിഡ്ജ്, അവിടെ കുറച്ച് ഫ്രിഡ്ജുകളുണ്ട്. പിന്നെ ഇവിടെ ഫുൾ ഐറ്റംസ് ഇങ്ങനെ നിർത്തിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കിലുണ്ട് സ്ഥലം. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഫില്ല് ചെയ്തായിരുന്നു. കുറച്ചും കൂടി ഐറ്റംസ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം ഞാനത് ഓർഡർ ചെയ്യുവാണ്. ഒരു മിനിറ്റ്, നമുക്കിത് തൽക്കാലം ഇവിടെ വെച്ചേക്കാം. എൻ്റെ കയ്യിൽ $34,000 ഉണ്ട്. 35,000, ഒരു $7 കുറവുണ്ടെന്നുള്ളൂ. അപ്പോൾ എഡിബിൾ കാറ്റഗറി നമ്മൾ എഡിബിൾ ആക്കണം. ഇതിൽ ഞാൻ ഏതുവരെ ഓർഡർ ചെയ്യുന്നത് എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ ലൈവിലായിരുന്നു ഒന്ന് ഓർഡർ ചെയ്തത്. എഗ്ഗ് ഉണ്ടോ? 8 എഗ്ഗ് ഉണ്ട്. പിന്നെ ടീ ബ്ലാക്ക്, ടീ ബ്ലാക്കും ഉണ്ട്. പീനട്ട് ബട്ടർ ഇല്ലാന്ന് തോന്നുന്നു. പീനട്ട് ബട്ടറും ഉണ്ട്. എടേ ഫ്ലോർ ഞാൻ വാങ്ങിയിട്ടില്ല. ഓക്കെ, ഫ്ലോർ ഒട്ടാണ്. അപ്പം നമുക്ക് ഇനി വാങ്ങിക്കാനുള്ളത്. നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്യാണ്ടെന്ന്. ഫ്ലോർ 8 എണ്ണം. കാരണം നമുക്ക് സ്റ്റോറേജ് റൂമിലേക്കുള്ളതും വേണം, പ്ലസ് നമ്മളെ ഇതിലോട്ടും വേണം, ഷെൽഫിൽ വെക്കാനുള്ളതും വേണം. അയ്യോ, നമുക്കപ്പോൾ ഇവിടെ അല്ല, ഇവിടെ ഫ്ലോർ വെക്കാം. നീല ഫ്ലോർ, ചുവപ്പ് ഫ്ലോർ, അങ്ങനെ ഞാൻ ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്കത് മിസ്റ്റേക്ക് പറ്റി. പുതിയ ഐറ്റംസ് വരുമ്പോൾ നമുക്ക് കൊളായിക്കൊണ്ടിരിക്കും. അപ്പോൾ സെക്ഷൻ വൈസ് നമുക്ക് തിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും എല്ലാം കട കാലിയാക്കി. അത് നിങ്ങൾ ലൈവ് ഉണ്ടാൽ മതി. കാണാത്തവരുണ്ടെങ്കിൽ ലൈവ് നോക്കിയാൽ മതി. കട കാലിയാക്കുന്നത് മൊത്തം ലൈവിലുണ്ട്. ഒരു 3-4 മണിക്കൂർ ഇരുന്നിട്ട് ചെയ്തായിരുന്നു അന്ന്. നമ്മൾ 2 ലൈവായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് കട കാലിയാക്കിയത് കാണാം. ഇപ്പോൾ നമുക്ക് ഫില്ലിങ് ആണെന്ന് ഒരു പെട്ടി ഞാൻ വെച്ച് പെട്ടി മിസ്സായിരുന്നു. ഫ്ലോർ ഇവിടെ, സ്റ്റോറേജ് റൂമും ഞാൻ കാലിയാക്കി, നമ്മളെ കടയും കാലിയാക്കി. സ്റ്റിക്കറൊക്കെ ഞാൻ അടുത്തിട്ടായിരുന്നു. എന്നിട്ട് അപ്പം നമുക്കിതൊരു 1.5 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഫില്ലിങ്. പിന്നെ ഇപ്പോൾ എഡിബിൾ മാത്രമേ, ഇനി ബാക്കി കാറ്റഗറൈസ് ചെയ്യാനും ഉണ്ട് കേട്ടാ. ഓയിൽ ഞാൻ എവിടെ വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇവിടെ ഓയിൽ വരും. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പകുതി മതി, അതായത് 2 കള്ളി ഒരു ഓയിൽ, 2 കള്ളി വേറെ. ഇതിനാറ് 2 എണ്ണത്തുണ്ടായത് കള്ളന്മാർ വന്നു. പകുതി മതി. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് വെച്ചേക്കാന്ന്. ഓക്കെ, ഇത് നമ്മന്ന് ഫുൾ ഫില്ല് ചെയ്യും കേട്ടോ. നമ്മൾ ഫുൾ ഫില്ല് ചെയ്തിട്ട് വീഡിയോ നിർത്തത്തുള്ളൂ. കട നമുക്കിപ്പോൾ ഉള്ള സാധനങ്ങൾ മൊത്തം ഫില്ല് ചെയ്യും. പിന്നെ നമുക്ക് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ പ്രൊഡക്റ്റ് ലൈസൻസ് പുതിയ വാങ്ങിക്കാം, കാശുണ്ടെങ്കിൽ ലാസ്റ്റ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഇനി എന്തൊക്കെ ചെയ്യാണ്ട് നമുക്ക് ഇഷ്ടംപോലെ സാധനം ഉണ്ട് കേട്ടോ. ഇനി ബീവറേജസ് വരാനുണ്ട്. ബീവറേജസ് നമുക്ക് ഈ ഷെൽഫ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, നോക്കാം. അയ്യോ, എവിടെ ഇരുന്ന് എണ്ണ? എണ്ണ ഇവിടെ. ഇത് കുറച്ച് കൂടുതൽ പെട്ടി വേണമല്ലോ. ഇത് 6 പെട്ടിയല്ലേ. ഞാൻ സ്റ്റോറേജ് റൂമൊക്കെ നിറക്കുവാണ്. എല്ലാ സാധനവും സെറ്റാക്കി വെക്കണം. പിന്നെ നമുക്ക് പതുക്കെ ഫില്ല് ചെയ്യാം. ഞാൻ അത് ഫുൾ സെറ്റാക്കിയതിൻ്റെ ശേഷം കട തുറക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടിരിക്കുക. അല്ലെങ്കിൽ കാശ് തീരണം. കാശ് തീരുന്ന തോന്നുന്നു ഇങ്ങനെയാണ് മിക്കവാറും. പാസ്ത 8, ഒരു 2 ഇതും വേണം. സ്റ്റോക്ക് വെക്കാനുള്ള നമുക്ക് 2 എണ്ണം കൂടി വേണം. എണ്ണ അത് സ്റ്റോക്ക് വെച്ചേക്കാം. ഇവിടെയൊക്കെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതെന്തൊരു കുറേ സാധനങ്ങളൊക്കെ നമ്മളെത്തിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ കപ്പിപ്പൊടി, അത് മറ്റേ ടീ ബ്ലാക്ക്, ചോക്കോസ് ഉണ്ട് ഇവിടെ, ഷുഗർ ഉണ്ട്, ബ്രെഡ് ഉണ്ട്. ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഓരോന്നിനായിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുവാണ്. പഴയ സ്ഥലമല്ല, പഴയ സ്ഥലത്ത് മാറി എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇത് എവിടെ വെക്കും? ഇത് സ്പെഗറ്റി
ഇത് എവിടെ വെക്കും എനിക്ക് ഐഡിയ കിട്ടുന്നില്ല. സ്പെഗറ്റിയാണ് ഇത്. പാസ്റ്റാണ്. ഇവിടെ ഇരിക്കട്ടെ. സ്പെഗറ്റി അതിൻ്റെ ഒപ്പം ഇരിക്കുന്ന കാറ്റഗറിയാന്ന് തോന്നുന്നത്. പാസ്ത, സ്പെഗറ്റി അതൊക്കെ തോന്നുന്നുണ്ട്. ഇനി മറ്റേ ബസ്മതി ആയിട്ടൊരു സെക്ഷൻ വരാനുണ്ടല്ലോ, അതിൻ്റെ 2 കളറുണ്ട് ഒരേപോലത്തെ സാധനം ഉള്ളത്. ലൈക്ക് ആ ഒരു ഒരേപോലെ രണ്ടും കാണാൻ. അത് മാറിപ്പോവാനും ചാൻസ് ഉണ്ട് വെക്കുമ്പോൾ. ഓക്കെ, അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ സ്റ്റോക്ക് വെക്കണം. സ്റ്റോക്ക് ഇവിടെ ഇരുന്നോട്ടെ. ഇത് ഫുള്ളായി കേട്ടാ. ഞാൻ നിർത്തിയിരിക്കുവായിരുന്നത് കാരണം മടുപ്പാണ് ഈ സാധനം ഗ്രൈൻഡിങ്. അവിടെ ഞാൻ കുറച്ച് നേരം, പിന്നെ ഇപ്പോൾ വീണ്ടും ഒരു ഇത് വന്നപ്പോൾ അടുത്തത് തന്നെ ആയിരുന്നല്ലേ, വീണ്ടും ഇതൊരു വന്നപ്പോൾ തുടങ്ങിയെന്നേ ഉള്ളൂ. അടാ പ്രൈസ് സെറ്റ് ചെയ്യണ്ടായിരുന്നു. അയ്യോ 8 4:30 3:30 6:40 വേണ്ട 6:10 ഇതൊക്കെ ഞാൻ വില കൂട്ടിരുന്നു. ഓർമ്മ ഉണ്ടാവും. ലൈവ് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി. 7 6 6:70. അയ്യോ ഇതിന് വില കുറഞ്ഞ. ഓക്കെ, ഇതുവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഐറ്റംസ് ബസ്മതി അരി എവിടെ വെക്കും? ഇവിടെ ചോക്കോസ് വരണ്ട്. ഈ സൈഡിൽ നമുക്ക് ക്ലീനിങ് ഐറ്റംസ് വെക്കാം. നമുക്ക് ഇവിടെ അരി സാധനങ്ങൾ വെക്കാം. ആ അറ്റത്ത് നമുക്ക് ഇങ്ങോട്ട് അറ്റത്തും വെച്ച് തുടങ്ങാം. എന്താ നമുക്ക് ഈ ക്ലീനിങ് ഐറ്റംസ് ഉണ്ട്, കുറേ ഡിഷ് വാഷ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഇത് തീർന്നാൽ ഞാൻ എങ്ങനെ അറിയുന്നതെന്ന് നോക്കണേ. എവിടെയെങ്കിലും എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. എഴുതി കാണിക്കെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഇതിൻ്റെ റേറ്റ് എത്ര? എവിടെ നമ്മളെ ഈടായിരുന്നാ? അത് ശരി, ഞാൻ ഭയങ്കര ബ്ലേഡായിരുന്നു കേട്ടാ. കൊടുക്കത്ത വില ഒക്കെ സാധനത്തിന്. അയ്യോ കുറ്റബോധം. ഇത്രയും വിലക്ക് ഞാൻ സാധനം വിറ്റിരുന്നല്ലേ. പാവപ്പെട്ട ആൾക്കാർ. ഇതെവിടെ വെക്കും അരി? ഞാൻ ഇവിടെ ഇരിക്കട്ടെ. 2 കൂടി വേണം. ഇതും ചെറിയ പെട്ടി. എന്ത് ഞാൻ വെച്ച് വലിയ പെട്ടിയാണ് കേട്ടാ. മറന്ന് ഇതിൻ്റെ ഒക്കെ സൈസ് വരുന്നത്. വലിയ പെട്ടിയാണ്, വലിയ പെട്ടി. അപ്പം 2 പെട്ടി ബസ്മതി അരി. അയ്യോ, ഒന്ന് നടക്കാനൊരു സ്ഥലക്കുറവുണ്ട് പോലുണ്ട് കേട്ടാ. ഇത് 2. ഇത് കുറേ വേണ്ടി വരും കേട്ടാ. ഉപ്പ് ഇതെന്തരുത്. അവിടെ 2 പെട്ടിയൊക്കെ എടുത്ത് കൈ പിടിക്കാറ്റുണ്ടിരുന്ന്. ഇത് വല്ലുമ്പ് ബട്ട് പോയി. ഒരു അപ്ഡേറ്റ് ഇവർ കൊണ്ടുവന്നോടായിരിക്കോ. കുറേ ആൾക്കാർ നിർത്തിപ്പോകുന്നതോ ഈ സ്റ്റോറേജ് റൂം ഫില്ല് ചെയ്യുന്ന കാരണം കൊണ്ടാണ് കുറേ ആൾക്കാർ ഈ ഗെയിം നിർത്തുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഉപ്പൊക്കെ എവിടെ വെക്കുക? ഉപ്പൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അപ്പം എന്നാൽ അങ്ങനെ കടയിൽ അങ്ങനെ പോകുന്ന സാധനമല്ല. ഉപ്പ് ഈ അറ്റത്തിരുന്നോട്ടെ. ഓക്കെ, നമുക്ക് പല വഴിക്കൂടെ ഇറങ്ങാം. വഴിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ മാത്രം കുറച്ച് ഗ്യാപ്പ് കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ ഒരു ഇത്. ഉപ്പ് കറക്റ്റല്ലേ? കുഴപ്പമില്ല. ഫില്ലിങ്
പുതിയ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഞാൻ അതെ അതെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊന്നുമില്ല. ഞാനും ഡേറ്റ് കഴിഞ്ഞ സാധനം വിറ്റതെന്ന് പറയണ്ട. ഒക്കെ ഫ്രഷ് ഐറ്റംസ് ആണ്. ഒരു പ്രശ്നമില്ലാത്ത ഐറ്റംസ് ആണ്. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അലമ്പാവും, സീനാവും. സീനാവെന്ന് പറഞ്ഞാൽ സീനാവും. വേണ്ട തുടങ്ങിക്കണ്ട. ഇഷ്ടപ്പെടില്ല കേട്ടാ. ഇനി മുതൽ പുതിയ കട വിത്ത് പുതിയ ഐറ്റംസ് ഓൺലി. ഉപ്പനകത്ത് പോടൊക്കെ കേട്ടെ. ഇത് കുറേ വേണം. ഇത് വീണ്ടും ഒരു ഇത് കുറേ ഇരിക്കുന്നോണ്. 4 ഒരു 4 5 6 വാങ്ങി വെക്കട്ടെ. 5 അല്ലെങ്കിൽ വേണ്ട 10 വാങ്ങി വെക്കട്ടെ. അത് കൊള്ളുമെന്ന് തോന്നുന്നു. മോളിക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ കൊള്ളും. മോളിക്ക് ഇരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ മുഞ്ചി. മോളിക്ക് ഇരിക്കേണ്ടതാണ്. 2 കള്ളിയായിട്ട് ഇരിക്കാറുള്ളതാണ്. ഇനിയിപ്പോൾ പുതിയ പണിക്കാരെ ഇറക്കേണ്ടി വരുമോ? അങ്ങനെ വന്നാലും മതി അപ്ഡേറ്റ്. മറ്റേ സ്റ്റോറേജ് റൂമിലോട്ട് വെക്കാൻ വേണ്ടി മാത്രമേ ആൾക്കാർ. കാശ് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. 9 എണ്ണത്തിൽ 1 2 3 4 5. അയ്യോ ഇനിയും വേണമല്ലോ. ഇനിയൊരു 4 കൂടി വേണം ഉപ്പ്. 4 പാക്കറ്റ് ഉപ്പും കൂടി വേണം. അയ്യോ പോയി. ഓക്കെ. ഓ ഇത് ചെറിയ പാക്കറ്റ്, അപ്പം അതും വേണ്ടി വരും. ഇല്ല ഉപ്പേ. ലാസ്റ്റ് പൊട്ടി. ഓ ഉപ്പ് ഫില്ലായി. ഇനി കേക്ക്. കേക്ക് ഓട്ടിരിക്കട്ടെ. കേക്കൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സാധനമല്ലേ, ഒരു കടയിൽ ചേർന്ന് കയറി കഴിഞ്ഞാൽ. കേക്ക് ഞാൻ മറ്റേ അവന്മാരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ അവന്മാരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിച്ച് എന്താ വെച്ചാൽ എനിക്ക് സ്റ്റോറേജ് റൂമിൽ ഇപ്പം തന്നെ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അവന്മാർ ഭയങ്കര സ്ലോ മോഷനിൽ നടക്കുക. മറ്റേ ബിഗ് ബി നടക്കുന്ന പോലെ നടക്കുക. അപ്പോൾ അങ്ങനെ നിർത്തി ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പണിയെടുക്കുന്നത്. അവന്മാരെ സ്പീഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു. എനിക്ക് കിടന്ന് പാടുവേണ്ട ഒരു ആവശ്യമില്ല. കേക്കിൻ്റെ സെക്ഷൻ ഇവിടെ മുട്ടായി ഐറ്റംസ് ഇരുന്നോട്ടല്ലേ. കേക്ക് ഐറ്റംസ് വേറെ ഒന്നും വന്നിട്ടില്ലല്ലോ. ഇല്ല 2 ആയിട്ടുള്ളൂ. ഒരു 4 പാക്കറ്റും കൂടി വേണം. പാക്കറ്റ്. ഓ ഇതും അത് തന്നെയാണ്. ഇതും വേറെ ടൈപ്പ് ബ്രെഡാണ്. ഇവിടെ ഹണി വരും. ഓ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇത് ഇത്ര മതിയാ? ഓ ഇതൊരു പാക്കറ്റിൽ നിന്ന്. ഓ മോളിക്ക് ഇരിക്കോടാ. ഒരു പെട്ടിയാണ്, ഒരു പെട്ടിയാണ്. ഒരു ഷെൽഫിലോട്ട് ഒരു പെട്ടി വേണം. അതും ഇനിയും വാങ്ങിക്കേണ്ടി വരും. നമുക്കിത് ഷെൽഫ് വാങ്ങിക്കേണ്ടി വരുമോ ഇല്ലേ എന്നുള്ളത് എനിക്കൊരു ഐഡിയ കിട്ടാത്തത് കേട്ടാ. അവിടെ ഭയങ്കര സ്ഥലമുണ്ട്, നല്ലോണം സ്ഥലമുണ്ട് അവിടെ. ഇത് എൻ്റെ അപ്പുറത്തിരിക്കട്ടെ. എല്ലാം ചെറിയ പൊട്ടിയായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ചെറിയ പൊട്ടിയാവുന്ന പ്രശ്നമാണ്.
മൂന്നെണ്ണത്തിനുള്ള സ്ഥലം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. ഇത് സ്റ്റോക്ക് തീരാണ്ടിരുന്ന ഐറ്റംസ് ആണ് കേട്ടാ. അതാ ഞാൻ അവിടെ തന്നെ വെച്ചത്. അത് ഇത്ര വീട്ടിട്ട് സാധനം തീരുന്നില്ല. ഈ സ്റ്റീക്കും ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അത്യാവശ്യം എമൗണ്ടിനുള്ള സാധനം ഉണ്ട് അത് കേട്ടാ. എന്താ വേണ്ടിയത് ഇവിടെ? ഇത് ഫില്ലായി. ഇതൊരു 4 വേണം. ഓ ക്യാൻഡി ഇതൊരു 4 ക്യാൻഡിയും വീണ്ടും 4 എടുക്കേണ്ടി വരും. എടാ മുട്ടായിക്കായിട്ടൊരു ഷെൽഫ് വേണ്ടിയതായിരുന്നല്ലോ. മുട്ടായും കേക്കുവാ. നമുക്ക് ഷെൽഫ് കൊടുക്കാൻ എടുത്തിടാം. കുഴപ്പമില്ല, എളുപ്പമാണ്. സീനില്ല. എല്ലാത്തിനും നമ്മളിൽ പരിഹാരമുണ്ട്, ഒരു പ്രശ്നമില്ല. ഷെൽഫ് നേരെ എടുത്തിട്ട് നമുക്ക് സെൻട്രിൽ കണ്ട് ഇട്ടാൽ പോരെ, പ്രശ്നം മാറിക്കിട്ടും. ഒരു പെട്ടിയും കൂടെ ഇങ്ങോട്ട്. അല്ലെങ്കിൽ നമുക്ക് സാധനം കുറക്കാൻ പറ്റും. സ്ഥലം കുറക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ഇതന്നെ, 2 വരി ഒരു സാധനം, അടുത്ത 2 വരി വേറെ സാധനം, അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം കിട്ടും കേട്ടോ. ഇനി എനിക്കാണ് അതാ കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അതൊരു 100 കൊണ്ടല്ലോ, അതൊരു പെട്ടി കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സിറിയൽ, അടുത്ത ടൈപ്പ് സിറിയൽ ഇതെണ്ണം മതി. അത് വേറൊരു ടൈപ്പ് സിറിയൽ. അതിനാണ് ഞാൻ സ്ഥലം ഇട്ടിരിക്കുന്നത് സിറിയലൊക്കെ വേണ്ടിയിട്ട്. സിറിയലൊക്കെ ഒരൊറ്റ സെക്ഷൻ ആക്കണം എനിക്ക്. ഇവിടെ അത് ചോക്ലേറ്റ് സിറിയൽ, ഇത് ക്രിസ്പി സിറിയൽ. ഇതിനും വേണല്ലോ. ഇവിടെ സിറിയൽസ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് അതായിരുന്നു, സെക്ഷൻ തിരിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഓർഡറിൽ തന്നെ ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. അത് തെറ്റാണ്. വാങ്ങിക്കുന്ന ഓർഡറിൽ തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകണമെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കാമല്ല. ആ ഒരു ഓർഡറിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് പോയാൽ മതി. $6.1. എടാ നടക്കാൻ പണിയാണ് കേട്ടത്. വഴി കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ, അത് സെറ്റപ്പായി. ഇനി ഇതൊരു 2 കൂടി വേണം. ഇതൊരു 8. ഞാനിപ്പോൾ ഇവിടെ നോക്കൂ. അതെ, ഞാൻ ഇത് വാങ്ങിക്കാം. ഫർണിച്ചർ 4 മതി തൽക്കാലത്തിന്. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് വരും. ഒരു ഷെൽഫും കൂടി വെക്കാനുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാൻ നോക്കണം. ഒരു സെക്ഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാഭം.
ഒരെണ്ണോടി വെക്കാൻ തോന്നണം. ഒരെണ്ണോടി വെക്കാം കേട്ടാ. സെറ്റാണ്. തൽക്കാലം ഞാൻ ഒരെണ്ണം വെക്കുന്നുണ്ട്. ഓക്കെ, അത് സെറ്റ്. അപ്പോൾ നമുക്ക് ഈ മുട്ടായും കാര്യങ്ങളും ഇവിടെ വെക്കാം. ഓക്കെ, ഇത് കറക്റ്റാണ്. ഇനി ഇതെടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നു. ഈസി കണ്ട. ഇനി നമ്മൾ കാല് ശരിപ്പെടുത്തി ഇങ്ങോട്ട് വെച്ചാൽ ഒരു പ്രശ്നമില്ല, എല്ലാം സെറ്റായി. കണ്ട എന്താ വേണം? ഐഡിയ വേണം, ഐഡിയ. ആ ഷെൽപ്പെടുത്ത് വെച്ചാൽ ശരിയാവില്ല. ആ ഷുഗറൊക്കെ എടുത്ത് പിന്നെ മാറ്റി വെക്കേണ്ടി വരും. അത് നമുക്ക് മണ്ടത്തരം പറ്റിയത്. അത് രണ്ടു ഒരേ ഷെൽഫാ. ഓക്കെ, അത് സെറ്റ്. നടത്തി കളയട്ടെ. അപ്പം അത് സെറ്റപ്പായി. ഇത് ഫില്ല് ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ബാക്കി തന്നെ ഇങ്ങോട്ട് എടുക്കട്ടെ. ഇടയ്ക്ക് ഇപ്പുറത്തേക്ക് വരുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ അപ്പുറത്ത് സാധനം വെച്ചാലും ഇപ്പുറത്തെ ഷെൽഫിൽ വന്ന് ഒത്തിരിക്കും. അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് ഇതിന്. കറക്റ്റ് 12 ആയിരിക്കണം. ഓക്കെ, അത് സെറ്റ്. ഇനി ഇത് ഫില്ല് ചെയ്യണ്ട്. മുട്ടായി. ഇത് കറക്റ്റ് ആയിട്ടാ. മുട്ടായികൾ മൊത്തം അവിടെ ആയി. ഇനി പുതിയ മുട്ടായി വന്ന് അതിൻ്റെ അടിയിലോട്ട് വെച്ചാൽ മതി. റാക്ക് വാങ്ങിക്കേണ്ടി വരും കേട്ടോ മിക്കവാറും. പുതിയ റാക്ക് വാങ്ങിക്കേണ്ടി വരും. ഇങ്ങോട്ട് രണ്ടെണ്ണം കൂടി വേണം. ഇതായിരുന്നില്ല സാധനം. യോഗട്ട് ഉണ്ടാവുമല്ലോ. യോഗട്ട് ഇവിടെ ഉണ്ട്. എന്നാലൊരു 5 പെട്ടി വാങ്ങിക്കാം. 2, 5 അല്ല 8 ഇരിക്കട്ടെ. ചെറിയ പെട്ടിയാന്ന് തോന്നണോ? വലുതാവോ? 6 മതി. സന്തോഷം. വലിയ പെട്ടിയ. യോഗട്ട് ഫ്രിഡ്ജ് ഐറ്റംസാ. ഇതിൽ കുറവുണ്ടെന്ന് തോന്നുന്നു. ചോക്ലേറ്റ്. ഓക്കെ, അവിടെ സെറ്റ്. ഇനി എത്ര സാധനം ഉണ്ട്? കുറെ ടൈം എടുക്കും തോന്നുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിട്ട് ടൈം എടുക്കും. അത് ഫില്ലായല്ലോ. കറക്റ്റില്ലേ? അത് ഫില്ലായി. നെക്സ്റ്റ് ഐറ്റം. ഇത്രയും ഐറ്റംസ് ഉണ്ടോ ഇനിയും? അയ്യോ, മൊസറല്ല ചീസ് കഴിഞ്ഞ് കാണും. ചീസൊന്നും ഇല്ലല്ലോ ഇവിടെ. ചീസ് ഇവിടെ വെക്കാം.
നടക്കണ ചീസ് 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 എവിടെ ഇവിടെ വില എത്ര? വില കുറവാ. അയ്യോ, ഫ്രിഡ്ജിലോട്ടുള്ള ഐറ്റംസ് നമ്മളൊരു പെട്ടി കൂടുതൽ വാങ്ങിക്കണം. കാരണം ഇതിന് 5 ഷെൽഫുണ്ട്, 5 വരിയുണ്ട്. അത് മറന്നു. അപ്പം ഇനി എത്ര ഒരു പെട്ടി കൂടി എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും കേട്ടാ. ഒരു പെട്ടി കുറവുണ്ട്. ചീസ് ഇവിടെ തന്നെ ഇരിക്കട്ടെ. One more petty cheese. പത്തെണ്ണം വേണ്ടി വരും. ഇതൊരെണ്ണം. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന തന്നെ ആയിരുന്നില്ലേ? അതെ. അപ്പോൾ അത് ഫില്ല് ചെയ്യണം ഇനി. അയ്യോ, നിന്റെ പ്രൈസിങ് എത്രയാണോ? 5 എടുക്കട്ടെ. സ്റ്റോറേജ് റൂമിൽ സ്റ്റോറേജ് റൂം കുറച്ച് പ്രശ്നമായല്ലോ. ഈ ഉപ്പിനെ ഇവിടുന്ന് മാറ്റണമല്ലോ. ഉപ്പിനെ മാറ്റണം. പാവം ഉപ്പിട്ട് തട്ടി കളിക്കുന്നു. അയ്യോ, അപ്പുറം പോയപ്പോ. ഓക്കെ, അത് സെറ്റാക്കി. നെക്സ്റ്റ് ഐറ്റം എന്താ? നെക്സ്റ്റ് ഐറ്റം മൊസറല്ല കഴിഞ്ഞ. മൊസറല്ല ഫുള്ളായ? ഒരു പാക്കറ്റ് കൊണ്ട് വേണം. ഓ, ഹണി. അടുത്തത് ഹണിയാണ്. ഹണി നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഹണി അപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹണി ഇനി സ്റ്റോറേജ് റൂമിലും കൂടി വെക്കാം. തേൻ്റെ അടുത്ത് വെക്കാം. രണ്ടും ഒരേ പെട്ടി ആയതുകൊണ്ട്. ഒരു പെട്ടിയല്ല, ഒരേ കുപ്പിയാണ്. അതിൻ്റെ പെട്ടി മാത്രമല്ല, കുപ്പിയാണ്. സെയിം കുപ്പി. ഒരെണ്ണം കുറവുണ്ടാവുമല്ലോ. ടൂണ ഇത് വലിയ പെട്ടിയാന്ന് തോന്നുന്നു. 4 8 മതി. അയ്യോ, വലിയ പെട്ടിയാവും. അതേ കൊണ്ടോട്ടിലോട്ട്. ഈ ഇത് മീറ്റ് അല്ല, ഇത് മീറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഓ, ഇവിടെ ഇരുന്നോട്ടെ.
ഓ ഇതൊരു പെട്ടി മതി രണ്ടിത് കാലിയാവാന്. അപ്പൊ സ്റ്റോറേജ് റൂം പ്രശ്നമാവും. ഒരു പെട്ടി എക്സ്ട്രാ അല്ല, ഒരു പെട്ടില്ല, 2 പെട്ടി. ഇല്ല ചേട്ടാ, ഇത് ഇറച്ചി ഐറ്റംസ് അല്ലേ? ഇറച്ചി ഐറ്റംസ് ഇവിടെ ഇരുന്നോട്ടെ. കൂൾ ഡ്രിങ്ക്സ് ഇവിടെ. അല്ല, കൂൾ ഡ്രിങ്ക്സ് ഇവിടെ തന്നെ ഇരുന്നോട്ടെ, പഴയ സെറ്റപ്പിന് ഇരുന്നോട്ടെ. അല്ലെങ്കിലേ ഇത് ക്ലീനിങ് ഐറ്റംസ്, ഇത് കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ വെക്കാം. അതിന് പ്രശ്നവും. ഓ 2 പെട്ടി കൂടുതലാണല്ലോ. ഓക്കെ, അവിടെ നിന്നോട്ട് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. എവിടെ കമ്പ്യൂട്ടർ? ഓക്കെ, നെക്സ്റ്റ് എഗ്ഗ്. എഗ്ഗ് 10 വേണ്ടി വരും. അത് ചെറിയ പാക്കറ്റ് ആവണം. ശരിക്കട്ടേക്ക് 10 പോരാ, ഇനിയും വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ചെറിയ എഗ്ഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്മോൾ എഗ്സ് അത് ഫുള്ളായില്ല, ഇനി അവിടെ പോകേണ്ട ആവശ്യമില്ല. ഈ എഗ്ഗ് 4 ഇവിടെ ഇരിക്കട്ടെ. മറ്റേതുപോലെ തന്നെ ഉപ്പ് പോലെ തന്നെയാണ് കേട്ടാ, ചെറിയ ചെറിയ പെട്ടി. ഇനി അപ്പോൾ 4 4 9 അവിടെ കുറേ വേണത്, 13 വേണം. $29,000 ഇത് സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞാൽ മിക്കവാറും 29 ഉണ്ടാവില്ല ബാക്കി. കൂടി വേണമല്ലോ. അടുത്തത് പാബ്ലോ ഷുഗർ. പാബ്ലോ ഷുഗർ ഇവിടെ ഇരുന്നോട്ടെ. പാബ്ലോ ഷുഗറിൻ്റെ റേറ്റ് ഓക്കെ. അപ്പോൾ പാബ്ലോ ഷുഗറും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇവിടെ വെക്കണല്ലേ. പാബ്ലോ ഷുഗർ ഞാൻ ഇവിടെ കൊണ്ടുവെക്കും. ഈ നോട്ടിലൊക്കെ ഒപ്പം ഇരിക്കട്ടെ. മൂന്ന് ടൈം ഇതുണ്ടല്ല.
പോയ്സൺസ് ഉണ്ടല്ലോ അല്ലേ? പോയ്സൺസ് ഉണ്ട്. പക്ഷെ ചെറിയ പെട്ടില്ലേ? പോയ്സൺസും വേണം. ഫില്ല് ചെയ്യാണ്ട്. ഇത് ലെങ്ത് കൂടിപ്പോയല്ല വീഡിയോ. ലെങ്ത് ഞാൻ ഉദ്ദേശിച്ചേക്കാളും കൂടിപ്പോയി. അപ്പോൾ നമുക്കതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കിയിട്ട് അതിൽ കാണിക്കാം ബാക്കി ഫില്ല് ചെയ്യുന്ന കേട്ടാ. ഞാൻ ഒരു ഒറ്റ വീട്ടിൽ ചേർന്ന് വിചാരിച്ചത്. ഇത് 10-40 മിനിറ്റായി. അപ്പോൾ ഞാനൊരു 40 മിനിറ്റ് കറക്റ്റ് ആക്കിയിട്ട് വീഡിയോ എൻഡ് ചെയ്യും. എന്നിട്ട് ബാക്കി ഫില്ലിങ് നാളെ കാണിക്കാം. നാളെ അടുത്ത വീഡിയോയിൽ ഒരു ദിവസം അങ്ങനെ തരും. ഇത് ടൈം പോയത് അറിഞ്ഞില്ല. പക്ഷേ ഞാൻ ഇപ്പം നോക്കിയപ്പോഴാണ് 36 മിനിറ്റായി റെക്കോർഡിങ്. 36 മിനിറ്റ്. അയ്യോ, ഞാൻ നോക്കട്ടത് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇനി വരുന്നത് കട്ട് ചെയ്യാം. ഇപ്പോൾ ശരിയാവില്ല. അടുത്ത വീഡിയോ ഇട്ടിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കറക്റ്റ് ഒരു ഫ്ലോയിൽ വരുത്താൻ നോക്കാം. രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ടല്ലേ? ഇതപ്പോൾ ഞാൻ വീണ്ടും വേണം. 10 ഇത് ഫുള്ളാക്കാനും പറ്റില്ലല്ലോ. അത്രയും നേരം എന്നിട്ട് ഇത്ര പോലും ആയിട്ടില്ല. കൗണ്ട് നോക്കി 240 എണ്ണായി. ഇതിപ്പോൾ അടുത്തൊന്നും സ്റ്റോക്ക് ഇരുന്നോന്നില്ല കേട്ടാ ആ സാധനം. പോയ്സൺസ് തീർന്നാ? ഇല്ല, 3 എണ്ണം കൂടെ. 2 എണ്ണം ഉള്ളൂ. ആക്ക് മതി. ഇനി നിൽക്കുന്നു അയ്യാ സ്റ്റോക്ക് എടുക്കാൻ. എന്തൊരിത്, ഒരു അവസാനല്ലേ ഇതിന്? എന്താണ് അവസാനത്തെ സാധനം ഇപ്പോൾ? പായസം ബട്ടറാണ് അത്. ഓ, അടുത്ത സിറിയല്. ഇത് അടുത്ത വേറൊരു ടൈപ്പ് സിറിയലാണ് കേട്ടാ. ഇതും കൂടെ വെച്ച് നമ്മൾ സിറിയൽ എനിക്ക് അൺലോക്ക് ആയിട്ടുള്ളതിൽ മൊത്തം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. ഹണി ബീസിൻ്റെ സിറിയൽ വില 5.1. അപ്പോൾ അത് സെറ്റപ്പാക്കി. അവിടെ ഫ്രിഡ്ജ് ഐറ്റംസ് വരുന്നത്. എനിക്ക് ഷെൽഫ് ഐറ്റംസ് മാത്രമേ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ കൊള്ളായിരുന്നു. അത് മാത്രം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലോട്ട് നോക്കിയാൽ മതിയായിരുന്നു. ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത്. എഡിബിൾ ഫ്ലൈ. ഇനി നമുക്ക് കുറെ സാധനം ഉണ്ടാണോ ഒന്ന് ഞാൻ നോക്കട്ടെ. അടുത്തൊരു വീഡിയോക്കുള്ള സാധനം നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് 1 മണിക്കൂർ എത്തിക്കാം വീഡിയോ. നമുക്കിനി 3, 6, 9, 12, 15, 16, 17 പ്രൊഡക്ട്സും 17 പിന്നെ ഡ്രിങ്കിൻ്റെ ഇത് ഇവിടെ ക്ലീനിങ്. ഓക്കെ, അടുത്ത വീഡിയോക്കുള്ള സാധനം ഉണ്ട്. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഏതുവരെ എത്തി നമ്മളെ? ഇതുവരെ എത്തി. ചിക്കനും കൂടി കഴിഞ്ഞു. ഇതും കൂടി ചിക്കൻ കൂടി വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോ അല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറക്കും എന്താ ലാസ്റ്റ് പ്രാവശ്യം വെച്ചെന്ന് വിചാരിച്ചിട്ട്. 11. ഓക്കെ, ചിക്കനും കൂടി അങ്ങോട്ട് ഫില്ല് ചെയ്യട്ടെ. ഇതെന്തരത്, ഇതിങ്ങനെ ഫില്ലാവുന്നു? അപ്പോൾ ഗൈസ്, അപ്പോൾ ശരി. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ടാറ്റാ.